ഇന്ത്യൻ ടി20 ടീമിന്റെ നായകസ്ഥാനം സഞ്ജു സാംസൺ അർഹിച്ചിരുന്നതായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ സാംസൺ വിശ്വനാഥ്. അദ്ദേഹം തന്നെ തന്റെ മകന് വേണ്ടി ഇതിനു മുൻപും മുൻപന്തിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ ക്രിക്കറ്റിൽ തന്നെ മറ്റൊരു സ്ഥാനം വഹിക്കുകയാണ്. എന്നാൽ എപ്പോഴും സഞ്ജുവിനെ കുറിച്ചാണ് അദ്ദേഹം കൂടുതലും പറഞ്ഞെത്തുക. കാരണം സഞ്ജു അത്ര കഴിവുള്ള മകൻ തന്നെയാണ്. അവൻ ഇവിടെ ഒന്നും നിൽക്കേണ്ടവനല്ല എന്നുള്ളൊരു ബോധം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് സഞ്ജുവിൻ്റെ അച്ഛന് തന്നെയാണെന്ന് എടുത്തു പറയാൻ സാധിക്കും. ഇപ്പോഴിതാ മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ വരെ തൻ്റെ മകനെ നായകസ്ഥാനത്തേക്ക് പിന്തുണച്ചിട്ടുള്ളതാണെന്ന് കോച്ച് ഗൗതം ഗംഭീറും പിന്തുണച്ചിട്ടും അവനത് ലഭിച്ചില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും അദ്ദേഹത്തിൻ്റെ വിഷമം എല്ലാവരെയും അറിയിക്കുകയുമാണ് ചെയ്യുന്നത്. സേഫ് ആർട്ട് എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതും അദ്ദേഹത്തിന്റെ വിഷമമെല്ലാം പുറത്തു പറഞ്ഞതും. പുതിയ ടി20 ക്യാപ്റ്റനായി വന്നിട്ടുള്ള ശ്രേയസ് അയ്യരും ഈ റോളിന് അർഹതയുള്ള താരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകന് വേണ്ടി സംസാരിക്കുമ്പോൾ മറ്റൊരാളെ തഴയിൽപ്പെട്ട് അവിടെ സംസാരിക്കുന്നില്ല, മോശമാക്കുന്നില്ല. അതെല്ലാവരും മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണെന്ന് സഞ്ജുവിന്റെ ആരാധകർ പറയുന്നുണ്ട്. അടുത്തിടെയാണ് ICC ടി20 ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ കൂടിയായ സൂര്യകുമാർ യാദവിനെ നീക്കി പകരം ശ്രേയസിനെ ഈ ചുമതല ഏൽപ്പിച്ചത്. വൈസ് ക്യാപ്റ്റൻസി യുവതാരം തിലക് വർമ്മയ്ക്കും നൽകുകയായിരുന്നു. വരാനിരിക്കുന്ന UK പര്യടനത്തിലും ഏഷ്യൻ ഗെയിംസിലുമെല്ലാം ശ്രേയസിന് കീഴിലാണ് ഇന്ത്യ ഇറങ്ങാൻ പോകുന്നതും. കേരളത്തിന്റെ അണ്ടർ-19 ക്യാപ്റ്റനായിട്ടുള്ളവരാണ് സഞ്ജു. പിന്നീട് അണ്ടർ-16, അണ്ടർ-19 ടീമുകളെയും അവർ നയിച്ചിട്ടുണ്ട്. സഞ്ജു കളി തുടങ്ങിയത് തന്നെ ക്യാപ്റ്റനായിട്ടാണ്. കേരളം അവനെ നായകനാക്കുകയും ചെയ്തു. 974 റൺസും സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദിനെതിരെയുള്ള ഒരു ഡബിൾ സെഞ്ചുറി അടക്കം ഇതിൽ ഉൾപ്പെടുന്നു. 266 റൺസാണ് അവർക്കെതിരെ അവൻ അന്ന് അടിച്ചെടുത്തത്. പിന്നീട് ഇവിടെ രഞ്ജി ട്രോഫിയിലും കേരള ടീമിനെ സഞ്ജു നയിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻസി എന്നത് കളിയോടൊപ്പം തന്നെ കിട്ടിയ ഒരു കഴിവാണ്. നായകനായുള്ള ഒരുപാട് അനുഭവ സമ്പത്തും സഞ്ജുവിനുണ്ട്. ഇന്ത്യൻ അണ്ടർ-19 ക്യാപ്റ്റൻസി അവന് ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ വിജയ് സേലിനാണ് ലഭിച്ചത്. അന്നും നായകസ്ഥാനം കിട്ടിയത് സഞ്ജു വൈസ് ക്യാപ്റ്റൻ മാത്രമായിരുന്നു. ഇവിടെ ഇപ്പോൾ സംഭവിച്ചതിനെക്കുറിച്ച്, സഞ്ജുവിന്റെ നായകസ്ഥാനം ലഭിക്കാതെ പോയതിനെക്കുറിച്ച് ഞാൻ ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പിറകിൽ നടക്കുന്നതെല്ലാത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് സാംസൺ വിശ്വനാഥ് മനസ്സ് തുറന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ ആവാനുള്ള എല്ലാ അർഹതയും എൻ്റെ മകനുണ്ട്. അത് സച്ചിൻ ടെണ്ടുൽക്കർ വരെ സമ്മതിച്ചതാണ്. സച്ചിൻ സാറും അതുപോലെ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്. സഞ്ജുവിന് വേണ്ടി സംസാരിക്കുക എന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം തന്നെയാണ്. ഏറ്റവും യോഗ്യൻ സഞ്ജുവാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതിനപ്പുറം ഒരു സർട്ടിഫിക്കറ്റ് ഇനി വേണ്ട. ഇനി അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ ആക്കിയില്ലെങ്കിൽ പോലും ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും സംസാരിക്കാനുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയമായി തന്നെ മാറുന്നതെന്നും കൂട്ടിച്ചേർക്കുകയാണ് ഇപ്പോൾ ആളുകൾ.